വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവനാണെങ്കിൽ പിള്ളയോടും രോഹിത്തിനോടും പറയുന്നുണ്ട്, ജോലിയല്ല ശിവൻ്റെ താണ്ഡവമാണ്, ഇന്നു മുതൽ ആരംഭിക്കുകയാണ്, നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനോടും പറഞ്ഞേക്ക് ശിവൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ശിവൻ്റേതായ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. മാലയൊക്കെ ഇങ്ങോട്ട് പിടിച്ച് കറക്കിയിട്ട് മുണ്ടൊക്കെ മടക്കി കുത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ രോഹിത്തും പിള്ളയും ഒക്കെ ഇങ്ങനെ വളരെ ആവേശത്തോടെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് രാത്രിയാണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ശാലിനിയുടെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ രാത്രി ഇപ്പോൾ ആരാന്നും പറഞ്ഞ് ശാരദാമ്മ ഇറങ്ങി ചെല്ലുന്നുണ്ട്. അന്നേരം ആകെ തളർന്ന് വിഷമിച്ച് ശാലിനി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അന്നേരം എന്താ മോളെ രാത്രിയില്ലെന്ന് ചോദിക്കുമ്പോൾ അമ്മയൊന്ന് കാണണമെന്ന് തോന്നിയെന്നും പറഞ്ഞ് ശാരദാമ്മയുടെ കൈയങ്ങ് കയറി പിടിക്കുകയാണ്, ചുറ്റി പിടിക്കുകയാണ് ശാലിനിയാണെങ്കിൽ. അന്നേരം അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ കണ്ട സംഭവങ്ങളൊന്നും എനിക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല, രേഷ്മയാണ് എന്ന് സമ്മതിക്കില്ല, കനകലത എന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോൾ എന്താ മോളെ ഉണ്ടായത്, എന്താ സംഭവം തെളിച്ച് പറയുമെന്ന് പറയുമ്പോൾ ആ മധുരയിൽ പോയതും അവിടെ ദഹിപ്പിച്ച സ്ഥലം കണ്ടതും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ആകെ നിന്ന് വിറച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവരത് സമ്മതിക്കുന്നുമില്ല, വിഷ്ണുവേട്ടനാണ് പിന്നെ രേഷ്മയാണ് എന്നുള്ളത് അവർ പിന്നെ തിരിച്ചറിഞ്ഞിട്ടുമില്ല, രേഷ്മയെ സമ്മതിച്ച് തരുന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം ഒരുപക്ഷെ അവർ രേഷ്മയാണെന്ന് സമ്മതിച്ച് തന്നെങ്കിൽ അത് ചിലപ്പോൾ വിഷ്ണുവേട്ടൻ്റെ എന്ന് പറഞ്ഞ് ശാലിനിയും കരയുകയാണ്, ഉറപ്പിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മോളെ ഇങ്ങനെ ഒന്നും തളർന്നു പോകരുത്, ഇതിപ്പോൾ അവിടെ ശാലിനി പിന്നീടും പറയുന്നുണ്ട്, ഞാനിപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വിഷ്ണു എവിടെയെന്നും പറഞ്ഞ് ഓടി അച്ഛനായാലും സത്യാമ്മയായാലും ഒക്കെ വരും, അവരുടെയൊക്കെ മുന്നിൽ ഞാൻ എന്താ പറയേണ്ടത്, തളർന്നു പോകുമെന്ന് തോന്നിയപ്പോഴാണ് ഇവിടെ നിർത്തിയത് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ ചിന്തകളല്ലേ, ഇതൊക്കെ അങ്ങനെ തോന്നുന്നതൊക്കെ വിഷ്ണു ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ലല്ലോ, അതുവരെ മോളിതൊന്നും ആരോടും പറയല്ലേ, മനസ്സിൽ നിന്നും വെളിയിലേക്ക് വരരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് കണ്ടെത്തണം എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാ കാലവും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ ആൾ പാതി വഴിക്ക് എന്നെ ഉപേക്ഷിച്ച് പോകുമേ, പിന്നെ അത് രേഷ്മയ്ക്ക് വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനം എന്താണ്, ഒരു സഹപാഠി എന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയേ മതിയാകൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, മോള് തളർന്നു പോകരുത്, പിന്നെ മോളുടെ കണ്ണ് നിറയുന്നതല്ല മറ്റുള്ളവരുടെ കണ്ണ് നിറയാതെ നോക്കുകയാണ് ചെയ്യേണ്ടത്, മോളുടെ മുന്നിൽ വലിയൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവരെയൊക്കെ ആലോചിക്കണം, അപ്പോൾ മുന്നോട്ട് പോകണം, ധൈര്യത്തോടെ മുന്നോട്ട് പോകണമെന്നും പറഞ്ഞ് ശാലിനിക്ക് കുറേ ആത്മവിശ്വാസമൊക്കെ ശാരദാമ്മ കൊടുക്കുന്നുണ്ട്. അതിന് ഭർത്താവ് ജീവിതത്തിൽ പരാജയമായിട്ട് മുന്നേറിയ അമ്മയുടെ മോളല്ലേ ഞാൻ, അപ്പോൾ ഞാൻ എന്തായാലും തളരില്ല, എൻ്റെ വിഷ്ണുവേട്ടനെ മറഞ്ഞിരിക്കുന്നതിനുള്ള കാരണങ്ങളൊക്കെ എനിക്ക് എന്തായാലും അറിയണം, വിഷ്ണുവേട്ടൻ എന്നെ ഉപേക്ഷിച്ച് പോകത്തൊന്നുമില്ല, ഒരിക്കലും തിരിച്ചു വരിക തന്നെ, എൻ്റെ സത്യം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും, അതിന് ഞാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. അന്നേരവും ശാരദാമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശാലിനി കേട്ടുന്നുണ്ട്. അന്നേരം നമ്മളൊരിക്കലും തോറ്റു പോകില്ല എന്ന് പറഞ്ഞല്ല, ആരുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞ് വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, എങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ, എൻ്റെ മോള് ശാലിനി ഒരിക്കലും തോൽക്കത്തില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ ശാലിനിയെ ചേർത്ത് പിടിക്കുകയാണ്. അന്നേരവും ശാലിനിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്, പക്ഷെ ആ ഒരു അമ്മയുടെ വാക്കുകളിൽ ധൈര്യമൊക്കെ കൊണ്ട് ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം പിറ്റേന്നാണെങ്കിൽ രേഷ്മയുടെ വീട്ടിലേക്ക് ഒരു പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരു വനിതാ പോലീസും കുറേ കോൺസ്റ്റബിൾമാരും ഒക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ആരുമില്ലേ എന്നും പറഞ്ഞ് ചെല്ലുകയാണ്. അന്നേരം രേഷ്മയാണെങ്കിൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്താ കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറയുകയാണ്. അന്നേരം സെർച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എന്താ കള്ളക്കടത്ത് വല്ലതും നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് ജീപ്പിൽ നിന്നും റസാഖ് ഇറങ്ങി വരുന്നുണ്ട്. റസാഖ് പറയുകയാണ്, അത് സെർച്ച് ചെയ്താലല്ലേ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് റസാഖ് കയറി വരുന്നത്. അന്നേരം പറയുന്നുണ്ട്, ഇത് വലിയ ശല്യമായല്ലോ എന്ന് ഇങ്ങനെ രേഷ്മ സംസാരിക്കുന്നുണ്ട്. അന്നേരം അകത്ത് നമ്മൾ ഒരാളിൻ്റെ വീടോ എന്തൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടുന്ന സാധനം അനുസരിച്ചിരിക്കും വീട്ടുടമസ്ഥ എന്ത് കച്ചവടമാണ് ജോലിയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ റസാഖ് പറയുന്നുണ്ട്. റസാഖിൻ്റെ ഭാവത്തിലൊക്കെ കുറേ മാറ്റമുണ്ട്. രേഷ്മ ആദ്യമൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, നിയമം നടത്തേണ്ട നിയമപാലകർ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ വലിയ കഷ്ടമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് ഇവിടെ എന്താണുള്ളതെന്നൊക്കെ സെർച്ച് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ. കാണാതായ വിഷ്ണുവിനെ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് രേഷ്മ പറയുന്നുമില്ലല്ലോ. പിന്നെ വിഷ്ണു രേഷ്മയുടെ സുഹൃത്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വിഷ്ണുവിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്തുനിന്ന് കിട്ടുമോ ഇല്ലയോ നോക്കണം. കിട്ടിയാൽ എന്നിങ്ങനെ പറയുമ്പോൾ കാണില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം സാർ എന്നിങ്ങനെ രേഷ്മ വിളിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ തന്നെയാണ് രേഷ്മ പറഞ്ഞിരിക്കുന്നത്, സഹപാഠിയാണ്, സുഹൃത്താണ്, വേറൊരു ബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളതൊക്കെ വിശ്വസിച്ചു. പക്ഷേ പോലീസുകാരല്ലേ, അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് കുറേശ്ശെ പാടുപെടേണ്ടി വരും. അതിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കലാപരിപാടികളൊക്കെ സഹിച്ചേ മതിയാകും എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട്, അകത്ത് കയറി പരിശോധിക്കണം, മുക്കിലും മൂലയിലും ഒക്കെ പരിശോധിക്കണമെന്ന് പറയുകയാണ്. അവരകത്തേക്ക് കയറുന്നുണ്ട്. രേഷ്മ ഇങ്ങനെ അകത്തേക്ക് പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതിലും ഭേദം വിഷ്ണുവിനെ ഞാൻ കൊന്നു എന്ന് പറയാമായിരുന്നില്ലേ, പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്തായിരുന്നു നല്ലത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം റസാക്ക് പറയുന്നുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് അങ്ങ് മുംബൈയിലാണ് 2002 ഒരിക്കൽ റീയൂണിയൻ സമയത്താണ് ഇങ്ങനെ ക്ലാസ്മേറ്റ്സുകൾ തമ്മിൽ കണ്ടുമുട്ടിയതെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മൾ അവിചാരിതമായിട്ട് കണ്ടത് റീയൂണിയൻ സമയത്തൊന്നും അല്ല എന്നിങ്ങനെ രേഷ്മ പറയുന്നുണ്ട്. അന്നേരം അത് ആയിക്കൊള്ളട്ടെ, ഞാൻ അവിടുത്തെ സംഭവമാണ് പറയുന്നത്. അതിനുശേഷം ഈ സുഹൃത്തിനെ അങ്ങോട്ട് കാണാതാകുന്നുണ്ട്. ഒരു 3 മാസത്തിന് ശേഷം ഈ പെൺസുഹൃത്തിൻ്റെ വീട് പരിശോധിച്ചപ്പോഴാണ് സർജിക്കൽ കത്രികകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബോഡി വെട്ടിഞ്ഞുറുക്കാനായിട്ട് ഉപയോഗിച്ചതൊക്കെ കിട്ടിയത്. എന്നിട്ട് ഓരോ ഭാഗങ്ങളും പ്ലാസ്റ്റിക് ബക്കറ്റുകളിലാക്കി പിന്നെ കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ രേഷ്മ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം ഇവിടെ അങ്ങനെ സംഭവിച്ചു എന്നല്ല, അവിടെ ഉണ്ടായൊരു സംഭവം പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ വിഷ്ണു എവിടെയുണ്ട് എന്ന നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അതുവരെ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞ് അതിന് ഏതറ്റം വരെയും ഈ റസാക്ക് പോകും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രേഷ്മ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം പിന്നെ രേഷ്മയുടെ അമ്മയൊക്കെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്കൊരു ടാറ്റാ സുമോ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇറങ്ങുന്നത് രേഷ്മയുടെ കച്ചവടത്തിനൊക്കെ സഹായിക്കാനായിട്ട് ഒരു അന്യനെ പോലെ നിൽക്കുന്ന ആ ഒരു പയ്യനാണ് ഇറങ്ങി വരുന്നത്. അന്നേരം ആ പയ്യനാണെങ്കിൽ വന്നിട്ട് പിന്നെ പോലീസിനോട് റസാക്കിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ ഇതെന്തോ അതിക്രമമാണ് കാണിക്കുന്നത്, ഒരു സ്ത്രീ ഇങ്ങനെ ഒറ്റയ്ക്ക് തൻ്റെ ജീവിത പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ഇങ്ങനെയെങ്കിലും മെച്ചപ്പെട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ശല്യം ചെയ്യുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ആരാണാവോ എന്നിങ്ങനെ റസാക്കാണെങ്കിൽ ആ പയ്യൻ്റെ തോളിൽ കൈവച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ മാഡത്തിൻ്റെ ഡ്രൈവറാണ് എന്ന് പറയുമ്പോൾ ഡ്രൈവറുടെ പണി ചെയ്താൽ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയുകയാണ്. അന്നേരം രേഷ്മ പറയുന്നുണ്ട്, എൻ്റെ മാനേജർ കൂടിയാണെന്ന് പറയുമ്പോൾ ഡ്രൈവറായാലും മാനേജറായാലും റസാക്കിൻ്റെ കൈതാങ്ങിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും, ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ആ പയ്യൻ വീണ്ടും പറയുന്നുണ്ട്, അതങ്ങനെ ശരിയാവില്ലല്ലോ സാർ, ഇങ്ങനെ വീട്ടിൽ കയറി സെർച്ച് ചെയ്യാനായിട്ട്, പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് കയറി സെർച്ച് ചെയ്യാനായിട്ട് വാറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നിനക്ക് കാണണോ വാറണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കാണണമെന്നിങ്ങനെ ഈ പയ്യൻ പറയുമ്പോൾ ആ പയ്യൻ്റെ കരണം നോക്കി റസാക്ക് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ എല്ലാം കൂടി തല കയറി നിരങ്ങിയാണല്ലേ, എൻ്റെ തനി സ്വഭാവം അറിയത്തില്ല, ഞാൻ എന്നെ തന്നെ നിലവിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞ് റസാക്ക് ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ രേഷ്മയും അനിയും ആ പയ്യനും ഒക്കെ ഇനി പേടിച്ച് നിൽക്കുന്നുണ്ട്. അടിയും കൊടുത്ത് അങ്ങനെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്, മാറി നിൽക്കിടാന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അകത്ത് പോയ പോലീസുകാരാണെങ്കിൽ ഒന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് ഇറങ്ങി വരികയാണ്. അന്നേരം ചുവന്ന പട്ടിലോ തുണിയിലോ പൊതിഞ്ഞ എന്തെങ്കിലും ഒരു സാധനം എന്നിങ്ങനെ റസാക്ക് ചോദിക്കുമ്പോൾ ഇല്ല, ഒന്നും കണ്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം ഈ രേഷ്മയ്ക്ക് കുറച്ചുകൂടി ധൈര്യമൊക്കെ വരികയാണ്. അന്നേരം സാർ എന്താണ് അന്വേഷിക്കുന്നത്, മയക്കുമരുന്നോ കഞ്ചാവോ, ഈ പാവങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്, വേറെ വല്ലതുമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും സാറിൻ്റെ ഈ അകമഴിഞ്ഞ പ്രവർത്തനത്തിന് എന്തായാലും മേലധികാരിയുടെ കയ്യിൽ നിന്ന് നല്ല പ്രശംസയൊക്കെ എന്തായാലും കിട്ടും, എന്തായാലും നല്ലൊരു പിന്നെ ഉപകാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൊഴുതൊക്കെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന്. അന്നേരം തോറ്റു മടങ്ങുകയാണ് എന്നുള്ളത് നീ കരുതണ്ട, തെളിവുകളോടുകൂടി ഞാൻ വരും, അന്ന് നിനക്ക് പറഞ്ഞേ മതിയാവുകയുള്ളൂ, പറയിപ്പിക്കും ഈ ടീം റസാക്ക് എന്നിങ്ങനെ റസാക്ക് ഇങ്ങനെ രേഷ്മയുടെ ആ കണ്ണിൽ നോക്കി തന്നെ ഇങ്ങനെ പറയുമ്പോൾ രേഷ്മ ഒന്ന് പതറുന്നുണ്ട്. പക്ഷേ പിടിച്ചു നിൽക്കുകയാണ് രേഷ്മ. എന്നിട്ട് പിന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോലീസുകാരെയും വിളിച്ചുകൊണ്ട് റസാക്ക് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ കയറാൻ നേരവും ജീപ്പിലേക്ക് കയറാൻ നേരവും റസാക്കാണെങ്കിൽ രേഷ്മ ഇങ്ങനെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം രേഷ്മയുടെ മുഖത്ത് ചെറിയൊരു ഭയമൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് റസാക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ആ ഡ്രൈവർ പയ്യനാണെങ്കിൽ രേഷ്മയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഈ കുറ്റം അവർ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനാണോ ശ്രമിക്കുന്നത്, അന്നേരം വരട്ടെ നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും രേഷ്മയുടെ മുഖത്ത് ആകപ്പാടെ ഒരു പേടിയും ഒരു ഭീതിയും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ ആകപ്പാടെ ഒരു ഇതിലാണ് രേഷ്മ നിൽക്കുന്നതൊക്കെ. അപ്പോൾ രേഷ്മയ്ക്ക് എന്തൊക്കെയോ സത്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അതവിടെ പറയാത്തതാണെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു നേരത്തെ അവിടെ വെച്ച് കണ്ട ശെൽവത്തിൻ്റെ വീട്ടിൽ വെച്ച് ആ പെൺകുട്ടി പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച് കാണുന്നില്ല. ഈ രേഷ്മയും അമ്മയും ആ ഒരു ഡ്രൈവർ പയ്യനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നുള്ളത് രേഷ്മയുടെ ആ ഭാവത്തിലും പെരുമാറ്റത്തിൽ നിന്നൊക്കെ പിന്നെ വ്യക്തമാകുന്നതാണ്. പിടിച്ചു നിൽക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി റസാക്കിനെ അങ്ങോട്ട് കയറി വാക്കുകൾ കൊണ്ട് എതിർത്ത് സംസാരിക്കുക മാത്രമാണ് രേഷ്മ അവിടെ ചെയ്യുന്നത്. എന്തൊക്കെയോ രേഷ്മയ്ക്ക് അറിയാം.
അതിനുശേഷം മഹേന്ദ്രൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ സ്വാമിയാണെങ്കിൽ മഹേന്ദ്രനെ കാണാനായിട്ട് വരുന്നുണ്ട്. സാറിനോട് ഫോൺ വിളിച്ച് പറഞ്ഞു ഇങ്ങോട്ടത്തേക്ക് വരാൻ, പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വണ്ടി ഇവിടെ കിടപ്പുണ്ടല്ലോ എന്നൊക്കെ നിർമ്മലയോട് ചോദിക്കുന്നുണ്ട്. ചന്ദ്രയും അടുത്തുണ്ട്. അന്നേരം ഇവിടെ ഫോൺ വിളിച്ച് നിൽപ്പുണ്ടായിരുന്നു, കണ്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഓഫീസിൽ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് സ്വാമിയെ തിരിയാൻ തുടങ്ങുമ്പോൾ നിർമ്മല പറയുന്നുണ്ട്, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്, മഹേട്ടനുള്ളപ്പോൾ ചോദിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത്. ശിവൻ എവിടെയാണ് എന്നൊന്നും അറിയില്ല, എങ്ങനെ കഴിയുന്നു എന്നൊന്നും അറിയില്ല. അമ്മയ്ക്ക് അതിനെ ഓർത്ത് വിഷമിക്കാനല്ലേ കഴിയുള്ളൂ, ആശ്വസിപ്പിക്കാനൊക്കെ അമ്മയ്ക്ക് കഴിയത്തുള്ളൂ, അച്ഛന് ദേഷ്യവും വാശിയൊക്കെ നിൽക്കാനല്ലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ സങ്കടം, ശിവനെ കാണാത്തതിലുള്ള ഒരു സങ്കടം നിർമ്മല ഇങ്ങനെ പറയുമ്പോൾ സ്വാമി പറയുന്നുണ്ട്, ശിവൻകുഞ്ഞ് എവിടെയാണെന്ന് അറിയണം, അതല്ലേ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു, ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്, അത്ര നല്ല സ്ഥലമൊന്നുമല്ല, എന്നും അടിയും ഇടിയൊക്കെ ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നാൽ പിന്നെ സ്വാമിക്ക് എന്തെങ്കിലും സഹായം ചെയ്തുകൂടെയും ചോദിക്കുകയാണ്. അന്നേരം അച്ഛൻ്റെ മോനല്ലേ, എൻ്റെ ഒരു സഹായവും സ്വീകരിക്കില്ല, സാറിൻ്റെ പണമാണെന്ന് അറിയാമല്ലോ, പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ കുറച്ച് കാശ് തരാം, അവന് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറയുമ്പോൾ സാർ അറിഞ്ഞാലെന്ന് പറയുമ്പോൾ അതൊന്നും അറിയത്തില്ല, അവനോട് അവിടെ നിന്ന് മാറി താമസിക്കാൻ പറയണം, വേറെ ഏതെങ്കിലും നല്ല സ്ഥലത്തേക്ക് വാടകയൊക്കെ ഞാൻ കൊണ്ടു തരാമെന്ന് പറയണമെന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, ശിവൻ സാർ അതൊന്നും കേൾക്കത്തില്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് മഹേന്ദ്ര സാർ തിരിച്ചു വിളിക്കുക എന്നുള്ളതാണെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ വേറെ ഇല്ലാത്ത കാര്യത്തിന് വെറുതെ നമ്മൾ സംസാരിച്ച് എന്തിനാ സമയം കളയുന്നതെന്ന് പറയുമ്പോൾ നിർമ്മല ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ചന്ദ്ര ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ ആ മുറ്റത്താണ് നിൽക്കുന്നത്. വിഷ്ണുവിൻ്റെ ആ ഒരു ജീപ്പിൻ്റെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്. സത്യഭാമയുടെ കയ്യിൽ ആ ജീപ്പിൻ്റെ താക്കോലുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ മകൻ മാത്രം ഓടിച്ചിരുന്ന ജീപ്പാണ്, രോഹിത്തിനെ കൊണ്ടുപോലും തൊടിയിച്ചിട്ടില്ല എന്നല്ല, അവൻ അത് കൊടുത്തിട്ടില്ല, വേറെ ആർക്കും അവനത് കൊടുക്കത്തുമില്ല എന്ന് പറയുന്നുണ്ട്. ഭാമ ഇങ്ങനെ വളരെ വിഷമത്തോടെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ ശിവൻ ആലോചിക്കുന്നുണ്ട്, വിഷ്ണു ആണെങ്കിൽ ആ ജീപ്പിൽ ഇങ്ങനെ വരുന്നത്, അന്ന് ആ ഒരു ദിവസം വിഷ്ണുവും ശാലിനിയും കൂടി ജീപ്പ് വന്നപ്പോൾ ശിവൻ ബുള്ളറ്റ് കുറുകെ കൊണ്ട് വെച്ച് അടിയുണ്ടാക്കിയ സംഭവം തന്നെയാണ്. ശിവനിങ്ങനെ ആലോചിക്കുമ്പോൾ ശിവനിങ്ങനെ വിഷമത്തോടെ ഓർക്കുകയാണ് ചെയ്യുന്നത്. ഭാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു, ജീപ്പിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ജീപ്പ് എടുക്കാനായിട്ട് താക്കോല് സത്യഭാമ അവിടെ ശിവനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശിവൻ ആ ജീപ്പിലാണ് പൈസ പിരിക്കാനൊക്കെ പോകുന്നതും ഒക്കെ. അത് വിഷ്ണു പോകുന്നത് പോലെയുള്ള സീനുകളൊക്കെയാണ് കാണിക്കുന്നത്. ഇനി ബാക്കി പക്ഷേ ശാലിനി പിന്നീട് ഈ വീട്ടിൽ വന്നത് സീനൊന്നും കാണിച്ചിട്ടില്ല. അതിനി അടുത്ത എപ്പിസോഡിൽ കാണുമായിരിക്കും. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. ഓക്കെ, താങ്ക് യു.